നെയ്യാർ ഡാമിൽ ചാടി യുവതിയുടെ മൃതദേഹം കണ്ടെത്തി. തിരുവനന്തപുരം നേമം സ്വദേശി ശരണ്യാണ് മരിച്ചത്. തിരുവനന്തപുരം RTO ഓഫീസ് അസിസ്റ്റന്റായി ജോലി ചെയ്യുകയായിരുന്നു. മേഘ്നാവള്ളി തിരുവനന്തപുരം ചെയ്തു. മേഘ്ന, ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. മൃതദേഹം കണ്ടെത്തി എന്ന വാർത്ത വരുന്നു. RTO ഓഫീസ് ജീവനക്കാരിയാണ്. പക്ഷേ വകതിരിവ് എന്നുള്ളത് വട്ടപൂജ്യം മാത്രമായി പോയി. അതായത് കാരണം എന്താ പറയുന്നതെന്നല്ലേ, ആദ്യമൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ ജോലി സമ്മർദ്ദമാണ്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ജോലിയാണ് എന്നൊക്കെയാണ് ആദ്യം പറഞ്ഞത്. നമുക്കെല്ലാവർക്കും അറിയാം ഈ ഗവൺമെൻറ് ഹോസ്പിറ്റൽ അല്ല ഗവൺമെൻറ് സ്ഥാപനത്തിൽ എത്ര ജോലിയുണ്ട് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ആദ്യമൊക്കെ അങ്ങനെ പറഞ്ഞെങ്കിലും പിന്നീടാണ് ഇതിൽ യഥാർത്ഥമായിട്ടുള്ള ചിത്രങ്ങൾ വരുന്നത്. കാരണം എന്താ വെച്ചാൽ ഭർത്താവിൻ്റെ അടി തന്നെയാണ്, വേറെ ഒന്നുമല്ല. അയാൾ എന്നും മദ്യപിച്ച് വന്നിട്ട് നല്ല രീതിയിൽ മർദ്ദിക്കും എന്നാണ് പറയുന്നത്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, ഇപ്പോഴും ചില ആൾക്കാരുടെ വിചാരം എന്താണെന്നല്ലേ, അതായത് ഒരു ഗവൺമെൻറ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവളുടെ ഭർത്താവായിട്ട് വരുന്നവനും ഗവൺമെൻറ് ജോലി വേണം. അതിനു വേണ്ടിയിട്ട് ഇവർ എന്ത് വിട്ടുവീഴ്ചക്കും തയ്യാറാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവനിനി എത്ര കൊള്ളരുതാത്തവനായാലും ശരി, അവനിനി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ശരി, അവൻ സ്ത്രീ ലംബടനായാലും ശരി, അവൻ മദ്യപാനിയായാലും ശരി, എന്തെന്നായാലും വേണ്ടിയില്ല, മോക്ക് വരേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് ജോലിക്കാരനാണ്. കാരണം എന്താ വെച്ചാൽ അവൾക്ക് ഗവൺമെൻറ് ജോലിയുണ്ട്, ഇല്ലെങ്കിൽ അവൾക്ക് ജോലി ഇല്ലെങ്കിലും വേണ്ടിയില്ല, മോൾക്ക് വേണ്ടത് ഗവൺമെൻറ് ജോലിക്കാരനാണ്. ചില തന്തമാരുടെ പിടിവാശി തന്നെയാണ് ചില ആൾക്കാരുടെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെന്നേ ഞാൻ പറയുള്ളൂ. അതായത് ചില തന്തമാരുണ്ട് ഇതുപോലെ പിടിവാശി നടത്തി ജീവിക്കുന്ന ഒരുപാട് തന്തമാരുണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞ് ഗവൺമെൻറ് ജോലി എന്ന് പറയുന്ന ഒരേ ഒരു കാര്യം ആശ്രയിച്ച് മാത്രം ജീവിക്കുന്നതാണ്. എന്നാൽ ഇതൊക്കെ അങ്ങ് എത്തുമോ? അതൊട്ട് എത്തത്തുമില്ല. ഇപ്പോഴും നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെൻറ് ജോലിക്കാരൻ്റെ ഭാര്യമാരായ ഒരു 50-60% ആൾക്കാരോട് ചോദിച്ചു നോക്കുക എങ്ങനെയുണ്ട് നിങ്ങളുടെ ജീവിതം എന്ന്. അവർ പറയാറുണ്ട് അയ്യോ എന്തൊരു കഷ്ടപ്പാടാന്ന്, എന്തൊരു ബോറാന്നേ പറയുള്ളൂ ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരങ്ങനെയാണ്. എല്ലാവരെയും ഞാൻ കുറ്റം പറയുന്നില്ല കേട്ടോ, നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ എല്ലാ തന്തമാരെയും ഞാൻ കുറ്റം പറയുന്നില്ല. കാരണം എന്താ വെച്ചാൽ എല്ലാവരുടെയും ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ നല്ല രീതിയിൽ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. അതുമാത്രവുമല്ല, ഇവനെങ്ങാനും തട്ടിപ്പോയി കഴിഞ്ഞാൽ ജോലിയും വേണം. അതൊക്കെ കണ്ടിട്ട് തന്നെയാണ് മക്കൾക്ക് ഗവൺമെൻറ് ജോലി എന്നുള്ളൊരു ആശയത്തിലേക്ക് എല്ലാവരും എത്തുന്നത്. അതിനി അവരെ കുറ്റം പറയാനൊന്നുമില്ല. എന്നാലും ഇതിൽ ചില ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായ രീതിയിൽ നടക്കുന്ന ആൾക്കാർ തന്നെയാണ്. അവരെന്ന് പറഞ്ഞാൽ അവർക്ക് യാതൊരുവിധ സ്നേഹവും ഉണ്ടാവില്ല, കാര്യവും ഉണ്ടാവില്ല, ഒരു മണ്ണാങ്കട്ടി ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. ഇപ്പോഴും വേണമെങ്കിൽ ഈ യുവതിക്കില്ലേ നല്ല സുഖമായിട്ടെന്ന് പറഞ്ഞാൽ ഒന്ന് ഡിവോഴ്സും ചെയ്ത് അടിപൊളിയായിട്ട് ജീവിക്കാമായിരുന്നു. പക്ഷേ അതിനുള്ള വകതിരിവാണ് നമ്മുടെ നാട്ടിൽ ഇല്ലാതായി പോയതാണെന്ന്. പല ആൾക്കാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ പിന്നെ സ്വന്തം വീട്ടിലേക്ക് കയറി ചെല്ലാൻ കഴിയില്ലല്ലോ. ഇതിപ്പോഴും നമ്മൾ ഇനിയിപ്പോഴും കുറച്ച് ചർച്ചയാക്കി കഴിഞ്ഞ ഒരു 4-5 ദിവസം ഇങ്ങനെ ചർച്ചയാകും. എന്തുകൊണ്ടാണ് ഇങ്ങനെ മരിച്ചത്, എന്തുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് കല്യാണം കഴിപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ ചില ആൾക്കാർക്കൊക്കെ സ്വന്തം വീട് പിന്നെ അന്യഗൃഹമാണ്. നമ്മളീ പറയുന്ന പോലെ റീൽസിൽ കാണുന്ന പോലെ ഈ കെട്ടിപ്പിടുത്തോ ഉമ്മോക്കലും ആ പോകുമ്പോഴുള്ള അച്ഛൻ്റെയും അമ്മയുടെയും കരച്ചിലൊന്നുമല്ല പിന്നീട് ഉണ്ടാവുക. നിങ്ങൾ തിരിച്ചു വരുമ്പോഴും നിങ്ങൾ ഇതേ സ്നേഹം കിട്ടും എന്നുള്ള പ്രതീക്ഷയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ കിട്ടത്തേയില്ല. ചിന്തിക്കുകയേ വേണ്ട നിങ്ങൾ. അതായത് ഒരിക്കലും ആ സ്നേഹം കിട്ടൂല. ഞാൻ പറഞ്ഞില്ലേ, റീലിടാൻ വേണ്ടിയിട്ട് ഇവിടെ പല കോപ്രായങ്ങളും കാണും. ഈ റീല് കാണുമ്പോൾ നമ്മളെന്താ വിചാരിക്കുക അറിയാം, ഓ ഇനി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നെ ചേർത്ത് നിർത്തുന്ന അച്ഛനും അമ്മയും, ഇനി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നെ ചേർത്ത് നിർത്തുന്ന ആങ്ങള, ഇതൊക്കെ നമ്മൾ കരുതുക. പക്ഷേങ്കിലില്ലേ ഒരാളും ചേർത്ത് നിർത്താൻ പോകുന്നില്ല. ഇപ്പോൾ ഈ യുവതിയുടെ വീട്ടുകാര്യം എങ്ങനെയാണെന്ന് നമുക്കറിയില്ല കേട്ടോ. പക്ഷെ എന്നാലും പറയുകയാണ്, ഇവിടെ ജീവിക്കുന്ന ഒരുപാട് പേരുടെ പ്രശ്നങ്ങൾ ഇത് തന്നെയാണ്. അതായത് സ്വന്തം വീട്ടിൽ കയറി ചെല്ലാൻ കഴിയില്ല. അപ്പോഴും എനിക്ക് ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ സ്ത്രീക്ക് നല്ലൊരു ജോലി ഉണ്ടായിരുന്നു. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് നല്ലൊരു ജോലിയല്ലേ, ആ ജോലിയും കളഞ്ഞിട്ട് ഈ വേട്ടാവളിയനോട് ദേഷ്യവും വന്നിട്ട് പോയിട്ട് ഇതിൻ്റെ അകത്ത് ചാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ സമ്പൂർണ്ണ സാക്ഷരതയൊന്നല്ല വേണ്ടത്, ഇവിടെ കുറച്ചെങ്കിലും വകതിരിവാന്ന് വേണ്ടത്. അത് ഇല്ലാതായിപ്പോയി എന്നേ ഞാൻ പറയുള്ളൂ. അതില്ല അവിടുന്ന്. ഇവിടെ പല ആൾക്കൊന്നും അതില്ല. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ അവരൊന്നും പറയാൻ പറ്റൂല. ഏതായാലും കാസർഗോഡ് ഇതേപോലെ ഇന്ന് രാവിലെ കേട്ടൊരു വാർത്തയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മകൻ നമ്മളെ ബേർഡൻ്റെ പരിപാടി ഉണ്ടായിരുന്നു. ബേർഡൻ്റെ പരിപാടിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള തിരക്കായിരുന്നു കാസർഗോഡ് ജില്ലയിൽ. ആ തിരക്കിൻ്റെ ഇടയിൽ ട്രെയിൻ വരുമ്പോൾ കണ്ടിട്ടില്ല എന്ന് പറയുന്നു. അബദ്ധത്തിൽ അങ്ങനെ ട്രെയിൻ തട്ടിയിട്ട് ഒരു ചെറുപ്പക്കാരൻ കൊല്ലപ്പെടുന്നുണ്ട്. ആ മരിച്ചതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഈ അച്ഛനും അമ്മയും ഭയങ്കര ദുഃഖിതരായിരുന്നു. ഏതായാലും അവർക്ക് പിന്നീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ജീവിക്കാൻ തോന്നിയില്ല. അതുകൊണ്ട് എന്താണ് അവരും പോയി. അതാണ് പറയുന്നത്, അവരും ഇന്ന് മരിച്ചു എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ അവരെയൊക്കെ സമാധാനിപ്പിക്കാനോ അല്ലെങ്കിൽ പുതിയതായി ജീവിതത്തിലേക്ക് കൊണ്ടുവരാനോ ഇവിടെയൊന്നും ഇപ്പോഴാരുമില്ല. പഴയതുപോലെയൊന്നും അല്ല. ഇപ്പോഴെല്ലാവരും എന്ന് പറഞ്ഞാൽ വലിയ മതിൽക്കെട്ടിനുള്ളിൽ ജീവിതമാണ്. അന്യൻ്റെ വീട്ടിൽ എന്താണ് നടക്കുന്നതെന്ന് പലർക്കും അറിയില്ല. പണ്ടൊക്കെ ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഓരോ വീട്ടിലെ കാര്യങ്ങളും എല്ലാവർക്കും അറിയാം.
അതുമാത്രവുമല്ല ഓരോ വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ വരെ ഇടപെടാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടോ എന്നറിയില്ല, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു കുളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അയൽ വീട്ടിലുള്ള ആൾക്കാർ വന്ന് നമ്മളെ തല്ലുവാടുന്നു. എന്തിനാ അറിയാം, അവർക്ക് തല്ലേണ്ട അധികാരമുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലാസ് കട്ട് ചെയ്ത് ഒരു സിനിമക്ക് പോയി കഴിഞ്ഞാൽ വരെ അവർക്ക് അതിനുള്ള അധികാരമുണ്ട്. പക്ഷേ ഇന്ന് എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യമായി നിന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നു, പിന്നീട് അവരെ തിരിഞ്ഞു നോക്കാനോ ചിലപ്പോഴേ ആശ്വസിപ്പിക്കാനോ അല്ലെങ്കിൽ അവരെ ആ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനോ ഒരാൾ പോലും മുൻകൈ എടുത്തിട്ടുണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആരോടെങ്കിലും ചോദിച്ചാൽ പറയും, അയ്യോ അവർ പുറത്തൊന്നും ഇറങ്ങിയില്ലപ്പാ, ആ ചെക്കൻ പോയതിൻ്റെ ഇപ്പം അവർ പുറത്തൊന്നും ഇറങ്ങിയില്ല, അവരതിൻ്റെ അകത്ത് തന്നെയാപ്പാ. അല്ലെങ്കിലും അവർ വലിയ ആൾക്കാരുമായിട്ടൊന്നും വലിയ മൈൻഡൊന്നും ഇല്ലായിരുന്നു. അവരെ ആ മതിൽ കെട്ടിലുള്ള ആര് നോക്കാനാണ്? അങ്ങനെയൊക്കെയാണ് മനുഷ്യൻ്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്ന് ഒരാൾക്ക് പോലും ഒരാളെയും അന്വേഷിക്കാനോ അല്ലെങ്കിൽ വേറെ ഒന്നിനോ സമയമില്ല. എല്ലാവരും പറയുന്നത് എന്താ അറിയുക, സ്വന്തം കാര്യം അത് മാത്രം മതി എന്നാണ്. അതാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ ഞാനൊരു കാര്യം പറയുകയാണ്, അതായത് ചില സ്ഥലങ്ങളിലൊക്കെ പറയുന്ന കേൾക്കാൻ ഭയങ്കരമായി ഈ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ ഈ രാഷ്ട്രീയക്കാരും ഇവരൊക്കെ വീടുകളിലൊക്കെ കയറി ഇറങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലന്ന് അയൽക്കൂട്ടങ്ങളും മറ്റേത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ കൂട്ടങ്ങളുണ്ട്. അല്ല ഇവരാരെങ്കിലും പോയിട്ടൊന്ന് സമാധാനിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ ഒന്ന് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ ആ 2 ജീവൻ രക്ഷിക്കാമായിരുന്നു. ഉള്ള കാര്യം പറയുന്നതിനെന്താ. പക്ഷേ ഇന്ന് ജനങ്ങൾക്കാർക്കും സമയമില്ല മക്കളെ. അതുകൊണ്ടല്ലേ ഒരു 18കാരൻ ചെക്കന 4 ആൾക്കാർ 450, അതായത് ഇവറ്റകൾക്കൊക്കെ 18 വയസ്സുള്ള മക്കളുണ്ടാവും. അവർ പട്ടിയെ തല്ലുന്ന പോലെയൊന്നും ഞാൻ പറയില്ല. കാരണം വെച്ചാൽ പട്ടിയെ അങ്ങനെ തല്ലിയിട്ടുണ്ടെങ്കിൽ പട്ടി പ്രതികരിക്കും നടന്ന്. അങ്ങനെ തല്ലുമ്പോൾ ഒരുപാട് പോഴന്മാരായ നാട്ടുകാർ മൊബൈലും എടുത്തിട്ട് കൂട്ടടാ ഇതിങ്ങനെ പിടിച്ചു. എന്തിനാ അറിയാം, ഇൻസ്റ്റഗ്രാമിൽ ലൈക്കിനും ഷെയറിനും വേണ്ടിയിട്ടാണ്, അല്ലാതെ വേറെയൊന്നുമല്ല. അത് ഇട്ട് കഴിഞ്ഞാൽ എന്താന്ന് കുറച്ച് ലൈക്കും ഷെയറും കിട്ടും. ഏതെങ്കിലും ഒരുത്തൻ അതിൻ്റെ അകത്ത് പോയിട്ട് ഈ ഇവറ്റകളെ ഒന്ന് പിടിച്ചു മാറ്റാനോ അല്ലെങ്കിൽ ഒന്ന് പിന്തിരിപ്പിക്കാനോ നിന്നിട്ടുണ്ടെങ്കിൽ ആ ചെറുപ്പക്കാരൻ ഇന്നവിടെ ഉണ്ടാവില്ലേ, ആ ചെറുപ്പക്കാരൻ അതിൻ്റെ അച്ഛനെയും അമ്മേനെയും കൂടി ഉണ്ടാവില്ലേ. പക്ഷെ അത് വേണ്ട, ഞങ്ങൾക്ക് എന്താ അറിയുക, ഷെയർ കിട്ടണം, അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഇന്നലെ ഇപ്പം ഞാനൊരു വീഡിയോ കണ്ടു. എന്താണെന്നറിയാം, അതിൻ്റെ അകത്ത് 50 കൊല്ലം മുമ്പ് മരിച്ച തന്ത അയാളുടെ കുഴിമാടം തോണ്ടുന്ന വീഡിയോ ഒരുത്തൻ എടുത്തിട്ടു. അതിൻ്റെയും കൂടി പൈസ വരാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ വേറെയൊന്നുമല്ല, അങ്ങേരോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. അതുകൊണ്ടെന്താണ് അത് 1 ലക്ഷം ആൾക്കാർ കണ്ടു, അതന്നെ ഓൻ്റെ സമാധാനമായിരുന്നു. ഇതുപോലെയാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നടക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ പഴയ സ്നേഹമോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗവൺമെൻറ് ജോലിയുണ്ട്, എല്ലാ കാര്യങ്ങളും സെറ്റാണെങ്കിൽ പൊന്ന സഹോദരങ്ങളെ നിങ്ങൾ പോയിട്ട് ചാടാൻ നിൽക്കരുത്. ആ വേട്ടാവളിയെ ഒഴിവാക്കിയിട്ട് ഒന്നിക്കലെന്ന് പറഞ്ഞാൽ വേറെ ആളെ കെട്ടുക, ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക, വേറെ ഏത് ഹോസ്റ്റലിലേക്ക് മാറുക. ഏതായാലും പൈസ കയ്യിലുണ്ട്, ജോലിയും കയ്യിലുണ്ട്, പിന്നെ എന്തിനാ പേടിക്കുന്നത്, ആരെയാ പേടിക്കുന്നത്? അവരെന്തു പറയും, ഇവരെന്തു പറയുന്ന, പോയിട്ട് പണിയുണ്ടോ നോക്കാൻ പറയുക, അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആരെങ്കിലും ഏതെങ്കിലും ഒരുത്തം മരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ വീട്ടിൽ പോയിട്ടൊന്ന് അന്വേഷിക്കുക. അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് കാണുമ്പോഴെങ്കിലും അവരെ കണ്ടില്ലല്ലോ, അവരൊന്ന് സമാധാനിപ്പിക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കാലെങ്കിലും ആ പാവങ്ങൾ ജീവിച്ചിരിക്കും. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ കാണുമ്പോൾ മൊബൈൽ എടുത്ത് ഷൂട്ട് ചെയ്യാതെ ആദ്യം എന്താ ചെയ്യേണ്ടതെന്നറിയോ, അവനെ രക്ഷിക്കാൻ പറ്റുമോ നോക്കുക. അതാണ് വേണ്ടത്. ഇതെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളെല്ലാം കാണുന്നത് എന്താ, എത്ര ആൾക്കാരാ ഇത് ഷൂട്ട് ചെയ്യാൻ നിന്നിനി, ഒരുത്തൻ ഇങ്ങനെ തല്ലിക്കൊന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കറ ആ മനുഷ്യന്മാരുടെ അവസ്ഥ, മാനസികാവസ്ഥ. ഞാൻ പറയുന്നത് എന്താ അറിയാം, ഈ പ്രതിയില്ലേ, അതായത് ഈ തല്ലിയവന്മാരെക്കാട്ടിയും വൃത്തികെട്ടവന്മാർ ഈ മൊബൈൽ ഫോൺ കൊടുത്ത് നിന്നവരാന്നേ ഞാൻ പറയുള്ളൂ. ഇതാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇനി ആരെങ്കിലും UP നിന്ന് കല്യാണം കഴിക്കാൻ വരുന്നുണ്ടോ നോക്കി നിൽക്കാം. എന്നിട്ട് എന്ത് ചെയ്യാന്നറിയാം, അവരെ കല്യാണവും നടത്തി കൊടുത്ത് ബിരിയാണി തിന്നെങ്കിൽ പോവാം.